വദനം നമുക്കുശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദധി ഉലകേഴു രണ്ടുമിഹ ഭവനം നമുക്കു ശിവ നേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അകമേ ഭവിപ്പതിന് അനുഗ്രഹിക്കണമേ. എന്ത്? ഈ പറഞ്ഞ രീതിയിലുള്ള അവിടുത്തെ ഈ പ്രപഞ്ചരൂപിയായിരിക്കുന്ന ഭഗവാന്റെ രൂപം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മിക്കാൻ ഇടവരണമേ. എനിക്ക് അത് എൻ്റെ മനസ്സിൽ വരണമേ. എല്ലാം ഭഗവത് സ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപമാണെന്നല്ലേ നമുക്ക് സാക്ഷാത്കരിക്കേണ്ടത്. ആ സത്യം അതല്ലേ, അദ്വൈത സത്യമല്ലേ. അതിനെന്ത് ചെയ്യണം? ഈ കാണപ്പെടുന്ന ഒന്നും ആ ഭഗവാൻ നിന്ന് സത്യസ്വരൂപത്തിൽ നിന്ന് വേറിട്ടതാണെന്ന് വിചാരിക്കരുത്. അതിനെങ്ങനെ കാണാം? വദനം എന്താ? മുഖം. ശിഖി വദനം. ശിഖി എന്ന് പറഞ്ഞാൽ എന്താ? ശിഖ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാ ഈ ബ്രഹ്മചാരിമാർക്കൊക്കെ ഇവിടെ ഒരു ശിഖ ഉണ്ടാവും. ഇങ്ങനെ മോളെ മുട്ടടിച്ചാൽ ഇവിടെ ഒരു കുറച്ച് 4 രോമം. ശിഖ. ശിഖയുള്ളത് ശിഖി. അഗ്നിക്ക് ശിഖ, അഗ്നിശിഖ എന്നാണ് പറയുക. അഗ്നിയുടെ നാളം, അതിനാണ് ശിഖ എന്ന് പറയുന്നത്. ഇവിടെ അഗ്നിനാളത്തിന് ശിഖ എന്ന് പറയും. അപ്പോൾ ശിഖി വദനം എന്താ? ആ ഭഗവാന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ വായ അഗ്നി. അഗ്നി കാണുമ്പോൾ ഭഗവാനെ ഓർക്കണം. വസനങ്ങൾ സന്ധ്യകളും എന്താ? ഉടുപ്പ്. ആ ഭഗവാൻ അണിഞ്ഞേക്കണ പട്ട്. സന്ധ്യകൾ 2 സന്ധ്യയുണ്ട്. പ്രഭാത സന്ധ്യയുണ്ട്, പ്രദോഷ സന്ധ്യയുമുണ്ടെന്നർത്ഥം. അപ്പം അതൊക്കെ ഓർമ്മിക്കാനായിരിക്കും. പ്രഭാതത്തിൽ സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും ഭഗവാനെ ഓർമ്മിക്കണം, നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞേക്കണതേ. അത് ഭഗവാനെന്നല്ലേ പറയണേ? അതെ, ഓർമ്മിക്കാൻ. പിന്നെ ഉദരം ഉദധി, സമുദ്രമാണത്രേ ആ പരമാത്മാവിൻ്റെ വയറ്. ഉലകെ 7 രണ്ടും ഭവനം, 14 ലോകങ്ങളും ആ ഭഗവാന്റെ വീട്, ബ്രഹ്മത്തിൻ്റെ വീട്. നേത്രങ്ങളോ രാത്രിയും പകലും എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ രൂപം എൻ്റെ മനസ്സിൽ വരാൻ ഇടയാവണമേ. നമുക്ക് അകമേ ഭവിപ്പതിന് എടുക്കണം. നമുക്ക് ഓരോരുത്തർക്കും അകത്തിൽ ഉള്ളിൽ ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം ഓർമ്മ വരാറാകണം. അല്ലെങ്കിൽ ആ ഭഗവാൻ ഇതിൽ ഓരോന്നിലും ഭഗവത് ഭാവന നമുക്ക് ഉണ്ടാകാറാകണം എന്നർത്ഥം. അഗ്നി ഭഗവാന്റെ അഗ്നി വായായിട്ടും പ്രഭാതവും പ്രദോഷ സന്ധ്യയും ഭഗവാന്റെ മാറി മാറി വഹിക്കുന്ന വസ്ത്രങ്ങളായിട്ടും സമുദ്രം വയറായിട്ടും 14 ലോകങ്ങളും ആ ഭഗവാന്റെ വീടായിട്ടും രാവും പകലും അവിടുത്തെ കണ്ണുകളായിട്ടും ഉള്ള ആ വിരാട് സ്വരൂപം ഞങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ വരുമാറാകണം. നമുക്ക് അകമേ ഭവിപ്പതിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ തോന്നാൻ അനുഗ്രഹിക്കണമേ എന്ന് ചുരുക്കം. അഗ്നിവായ ഈ സമഷ്ടി പ്രപഞ്ചം അല്ലെങ്കിൽ സ്ഥൂലമായ ഈ ജഗത്ത് ഭഗവാന്റെ ശരീരമാണ് എന്ന് ഭാവന ചെയ്യുന്നതാണ് വിരാട് ഉപാസന. അങ്ങനെ ഉപാസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ വ്യക്തിവിദ്വേഷങ്ങൾ അകന്നു പോവുകയുള്ളൂ അത്രയും അർത്ഥം. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ചരാചരങ്ങളും പ്രപഞ്ചരൂപിയായിരിക്കുന്ന ഈശ്വരൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെയും. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പരസ്പരം മത്സരിക്കില്ലല്ലോ, മറിച്ച് പരസ്പരം സേവിക്കുകയും സ്നേഹിക്കുകയല്ലേ ചെയ്യണേ. ഇതുപോലെ എല്ലാത്തിനോടും സ്നേഹവും ആദരവും ഉണ്ടാകുമത്രേ. ഇതാണ് അതിൻ്റെ പുറകിലുള്ള താല്പര്യം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിൻ്റെ അശാന്തിക്ക് കാരണം എന്നാണെങ്കിൽ ഈ ലോകത്തിൽ ഭേദഭാവന സത്യമെന്ന് വിശ്വസിച്ച് അതിൽ രാഗദ്വേഷം പുലർത്തുന്നു എന്നുള്ളതാണ്. രാഗം ചിലതിനോട് അത് നേടാൻ ശ്രമം, ചിലതിനോട് ദ്വേഷം, അതിന് അകലാനോ അതിനെ നശിപ്പിക്കാനോ ഒക്കെ ശ്രമം. ഈ രാഗദ്വേഷം ഉള്ളിലുള്ളിടത്തോളം കാലം മനസ്സിന് ശുദ്ധിയില്ല. അത്രത്തോളം കാലം അദ്ദേഹത്തിന് സത്യം എന്തെന്നറിയാൻ കഴിയില്ല, ശാന്തിയും ലഭിക്കില്ല. ഇതാണ് സമ്പ്രദായം. അതുകൊണ്ടാണ് ഏത് ശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാലും ഈ വിരാട് ഉപാസനയെക്കുറിച്ച് പറയണത്. അർത്ഥം ബ്രഹ്മം സർവം എന്നുള്ള അനുഭവമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഈ ജഗത്ത് ഭഗവാന്റെ ശരീരമാണെന്ന ഭാവനയിൽ നമ്മുടെ രാഗദ്വേഷത്തെ ചുരുക്കി കൊണ്ടുവരാത്തോടത്തോളം കാലം എന്നർത്ഥം. അതുകൊണ്ട് പറഞ്ഞു ഈ ലോകത്തിൽ കാണുന്ന ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തിൽ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചതാണ്. ഇവിടെ അതിന് സൂക്ഷ്മമായിട്ട് കുറച്ചും കൂടി പറഞ്ഞു എന്നർത്ഥം. ഈ സമസ്ത പ്രപഞ്ചവുമായി താൻ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ആ സാധകന് പറയാറാവും ഞാൻ തന്നെ ഈ ജഗത്ത്. കാരണം ഈ ജഗത്തിൻ്റെ ഭാഗമല്ലേ ഞാൻ.
ആ ഭഗവത് ശരീരമല്ലേ ഞാൻ, ആ ഭഗവത് ശരീരത്തിൻ്റെ അവയവമല്ലേ. ആ ദൃഷ്ടിയിലാണ് അഗ്നിമുഖം. സന്ധികൾ, 2 സന്ധികളും 3 സന്ധിയുണ്ട്. ഇവിടെ 2 സന്ധിയാണ്, 2 മാറി മാറി എടുക്കുന്ന വസ്ത്രങ്ങളായിട്ട് പറഞ്ഞു. സമുദ്രം വയറ്, 14 ലോകങ്ങൾ ഭവനം, വീട്, രാത്രിയും പകലും കണ്ണുകൾ അടയ്ക്കണതും തുറക്കണതും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതിൻ്റെ പ്രായോഗികത ഇതിനു മുമ്പ് വിരാടുപാസന പറഞ്ഞ സമയത്ത് വിസ്തരിച്ചു. നാം ആരുമായി ബന്ധപ്പെടുന്നുവോ അവരിലൊക്കെ ആ ഈശ്വര സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരഭാവത്തിൽ അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കൈങ്കര്യം ചെയ്യുമ്പോൾ വിരാടുപാസനയായി നടത്തും. ഒരു ഡോക്ടറാണ്, ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ, നഴ്സാണ്, നഴ്സിൻ്റെ അടുത്ത് വരുന്ന രോഗികൾ, അവർക്ക് ഒരു തരത്തിൽ ശുശ്രൂഷിക്കാം. എന്നാൽ അവർ ഭഗവത് സ്വരൂപമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഭാവത്തിൽ അവരെ ശുശ്രൂഷിക്കാം. അപ്പോൾ ഡോക്ടർ സാധനയും കൂടി ചെയ്യുന്നർത്ഥം, ഡോക്ടറുടെ പണി ചെയ്യുന്നതോടുകൂടി നടത്തം അല്ലേ. ഇങ്ങനെ നാം ആഹാരപാകം ചെയ്യുന്നു, വീട്ടിൽ കർഷകൻ കൃഷി ചെയ്യുന്നു, രാഷ്ട്രീയക്കാരൻ രാഷ്ട്രം ഭരിക്കുന്നു, ഇന്ന പണിയുന്നില്ല എന്നർത്ഥം. ഏത് പണി ചെയ്യുമ്പോഴും ആർക്ക് വേണ്ടി ചെയ്യുന്നുവോ അവർ ആ ഈശ്വര സ്വരൂപികളാണ് എന്ന ഭാവന വരുമ്പോൾ നമുക്ക് അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരും. ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിബന്ധങ്ങൾ ഇത്രയും നന്നാവാൻ വേറെ ഒന്നും വേണ്ട. ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നായില്ലെങ്കിൽ എന്തൊക്കെ വേദാന്തം പഠിച്ചിട്ട് എന്താ കാര്യം അല്ലേ? എല്ലാം ബ്രഹ്മമാണ്, ഈശ്വരനാണ്. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കവി പാടിയില്ലേ, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോന് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഉള്ളൂരിൻ്റെ പ്രേമഗീതത്തിൽ അല്ലേ. അടുത്ത് നിൽക്കുന്നവനിൽ ഈശ്വരനെ കാണാൻ കഴിയാത്തവൻ, സ്വന്തം മാതാപിതാക്കന്മാരിൽ ഈശ്വരനെ കാണാത്തവൻ, സ്വന്തം ഗുരുജനങ്ങളിൽ ഈശ്വരനെ കാണാത്തവൻ എവിടെയാ എല്ലാം പോയിട്ട് ഈശ്വരനാണെന്ന് എന്ന് കാണും? ഉണ്ടാവുമോ? അപ്പൊ ബാഹ്യപ്രപഞ്ചത്തിൽ രാഗദ്വേഷം ഇല്ലാണ്ടായാൽ മനസ്സ് സൂക്ഷ്മ ധ്യാനത്തിന് പാകമാകും അത്രയും നക്കം. 5ാം സ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഈ പ്രപഞ്ചം ഭഗവാന്റെ രൂപമായിട്ട് വർണ്ണിച്ചിരിക്കുക. ഭൂഗോള വർണ്ണന ആണല്ലോ, അല്ലെങ്കിൽ ഭുവനകോശ വർണ്ണന എന്നാണ് പറയുന്നത്. അത് വർണ്ണിച്ചു കഴിഞ്ഞിട്ട് അവസാനം 14 ലോകങ്ങളും അതിലുള്ള ജീവജാലങ്ങളെ ഒക്കെ പറഞ്ഞതിന് ശേഷം ശുകാചാര്യർ പറയുകയാണ്, പരീക്ഷത്തെ എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞറിയോ? ഈ സ്ഥൂല ജഗത്തിൻ്റെ വർണ്ണനയുടെ ഉദ്ദേശം ഈ സ്ഥൂലം ഉണ്ടല്ലോ, ഇതുമാതിരി ഭഗവാന്റെ സ്ഥൂല ശരീരം ഈ പ്രപഞ്ചം. സ്ഥൂലേ നിർജിതമാത്മാനം ധിയാ സൂക്ഷ്മം നയേത് ഇതി. ഈ ധിയ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്, അറിവ് കൊണ്ട് ഈ സ്ഥൂലത്തെ നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലേ സൂക്ഷ്മത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നയിക്കാൻ പറ്റൂത്രേ. സൂക്ഷ്മത്തിലേക്ക് ഇതല്ലോ, ഈശ്വരൻ്റെ സൂക്ഷ്മരൂപത്തിലേക്ക്. ആ സൂക്ഷ്മരൂപമാണ് നേരത്തെ പറഞ്ഞ ചിന്തകൾക്ക് പോലും സാക്ഷിയായിരിക്കുന്ന ശുദ്ധബോധം, ചൈതന്യം. അതിന് രൂപമേ ഇല്ല, അരൂപം അല്ലേ. അതിലേക്ക് മനസ്സിനെ നയിക്കാൻ എങ്ങനെ കഴിവുണ്ടാവും? സ്ഥൂലത്തെ ജയിച്ചാൽ സൂക്ഷ്മത്തിലേക്ക് മനസ്സ് പോകും. സ്ഥൂലത്തെ എങ്ങനെ ജയിക്കുക? ഗീതയിൽ ഭഗവാൻ പറയും, ആരാണോ ഇവിടെ വച്ച് തന്നെ ഈ സർഗത്തെ ജയിച്ചത് അവരെന്നെ പ്രാപിക്കുന്നു. സർഗത്തെ, സൃഷ്ടിയെ എങ്ങനെയാ? രാഗദ്വേഷങ്ങളെ വിട്ടാൽ സൃഷ്ടിയെ ജയിച്ചു, വേറൊന്നും വേണ്ട എന്നർത്ഥം. അപ്പോൾ ഈ ലോകത്തെ ഈശ്വരരൂപമായി ഭാവന ചെയ്യുന്ന ഒരാൾക്ക് ഇതിലൊന്നിനോടും പ്രിയ അപ്രിയങ്ങളില്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നാം ഈ സ്ഥൂല ജഗത്തിനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒന്നും നമ്മുടെ മനസ്സിൻ്റെ ധ്യാനത്തിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. അവിടേക്ക് ഓടിപ്പോയിട്ട് മനസ്സ് അസ്വസ്ഥവും അശാന്തവുമാകില്ല എന്നർത്ഥം. അല്ല, ഇങ്ങനെ സ്ഥൂല ജഗത്ത് ഭഗവാന്റെ സ്വരൂപമായി ഭാവന ചെയ്ത ഒരാൾ ധ്യാനിക്കാതിരിക്കുന്നു ഇരിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലും വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ അതിൻ്റെ ഓർമ്മ വന്നിട്ട് ഓടിപ്പോയി തന്നെ ഇരിക്കുക. ഇയാൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ഏതേത് വസ്തുക്കളിലേക്ക് ഓടിപ്പോയോ അതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണെന്ന്. അപ്പം ആ സ്മരണ, ആ അറിവിൽ ഉറപ്പിക്കുമ്പോൾ അപ്പോൾ ആ ചിന്ത, ആ ലോകചിന്ത പ്രതിബന്ധമാവാണ്ടായില്ലേ? ഇതാണ് വിരാടുപാസനയുടെ മർമ്മം. എന്നിട്ടാണ് ശുകാചാര്യൻ പറയണത്, ഈ സ്ഥൂല ആദ്യം നിർഗുണധ്യാനാണ് പറഞ്ഞു കൊടുത്തോ. ചിന്തകളുടെ ഉറവിടത്തെ, ഓരോ ചിന്തകളും എവിടെ പൊന്തി മറയുന്നുവോ ആ ചിന്തകളുടെ ആധാരം, സോഴ്സ് ഓഫ് ദ തോട്ട്സ് നിങ്ങൾ സെർച്ച് ചെയ്യാമോ? അവിടെ നിങ്ങൾ എന്താ ആ പ്രപഞ്ച ആധാരസത്തെ സാക്ഷാത്കരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വ കേന്ദ്രത്തെ, അഖണ്ഡ ഈശ്വരനെ, അഖണ്ഡാനന്ദം, അനന്തശാന്തിയാണ് ഇവിടെ എന്നർത്ഥം. ഓരോ ചിന്തയുടെയും
ഉറവിടത്തിലേക്ക് പോയാൽ ചിന്തകളെല്ലാം കെട്ടടങ്ങും അവിടെയാണ്. തരംഗങ്ങൾ, തിരമാലകൾ അടങ്ങിയ സമുദ്രം പോലെ ആകും അവിടെ എന്നർത്ഥം. പക്ഷേ ഇത് പറയാൻ എളുപ്പം. പക്ഷെ ഇവിടെ ചിന്തകളെ കടക്കലേക്ക് പോക്കാനാണ് പറഞ്ഞത്, തലക്കലേക്ക് നോക്കാതെ, അല്ലേ? മാഷെ പറഞ്ഞാൽ അതിൻ്റെ സോഴ്സിലേക്ക് പോക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഈ ചിന്ത വരാൻ ഇവിടെ കാത്തിരിക്കുക. ചിന്ത വരുമ്പോഴേക്കും നമ്മൾ ചിന്തയായിട്ട് പോയി കഴിഞ്ഞു. പോയി തന്നെ അറിയണില്ല ആൾക്കാരും, മിക്ക ആൾക്കാരും, അധികം ആൾക്കാരും. ചില ആൾക്കാർ ഇതൊക്കെ കുറച്ച് സാധനമൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ഏറെക്കുറെയൊക്കെ സത്ത് കൂടെ പ്രധാനമാകുമ്പോൾ ഞാൻ ധ്യാനത്തിൽ നിന്ന് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ധ്യാനത്തിൻ്റെ സമയവും കഴിഞ്ഞു, അല്ലേ? കുറെ കഴിയുമ്പോൾ പോയി കഴിഞ്ഞിട്ട് അറിയണം. ചില ആൾക്കാർ അറിയുന്നത് തന്നെ ഇല്ല എന്നർത്ഥം, അല്ലേ? അല്ലെങ്കിൽ ലയം ഇങ്ങനെ കഴുത്തൊടിഞ്ഞു പോവാം ധ്യാനത്തിൽ നിന്നിട്ട്, ലയം എന്നർത്ഥം. ഇല്ലെങ്കിലോ വിക്ഷേപം, ഓടി പോവാന്നർത്ഥം. 10 പൈസ ചിലവില്ല. കാറിന് പെട്രോൾ ചിലവുണ്ട്, അല്ലേ? ഓടിക്കണമെങ്കിൽ പെട്രോൾ ചിലവില്ല. ഇവിടെ എവിടേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊള്ളും അർത്ഥം. ഇതാ സ്ഥിതി. ലയം എന്നും വിക്ഷേപം എന്നും 2 പ്രതിബന്ധങ്ങളുണ്ട്. ഇത് രണ്ടും കഴിയണം, രണ്ടിനെയും അതിവർത്തിക്കണം. എന്നിട്ട് പിന്നെ ആവരണഭംഗം എന്ന് വേറൊരു ആവരണം ഉണ്ട്, അവിടെ മറയുണ്ട്. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ ആ സാധനാ പദ്ധതിയിലുള്ളതാ. ഇപ്രകാരം ധ്യാനമൊക്കെ അനുഷ്ഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ലേ. പക്ഷേ ഇന്നോ നാളെയോ ഓരോരുത്തരും ഈ കടമ്പകൾ കടക്കണേ. ഇതൊന്നും പിന്നിടാതെ ഒരാൾക്കും ശാന്തിയോ സാക്ഷാത്കാരമോ മുക്തിയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആചാര്യനൊരു ശാസ്ത്രം പറയുമ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ സമ്പൂർണമായ പ്രക്രിയയും പറഞ്ഞു തരണം വേണ്ടേ? അതുകൊണ്ട് പറയാൻ ഇതാണ് സൂക്ഷ്മം ധിയാ നയേത്. സൂക്ഷ്മത്തിലേക്ക് ധിയെ ബുദ്ധിയെ നയിക്കൂ. സൂക്ഷ്മത്തിലേക്ക് പോകണമെങ്കിലോ സ്ഥൂലത്തിൽ കുടുങ്ങാൻ പാടില്ല എന്നർത്ഥം. സ്ഥൂലത്തിൽ കൊടുങ്ങാണ്ടിരിക്കുന്നത് സ്ഥൂലമൊക്കെ ഈശ്വരൻ തന്നെ. അതെ, ഇതാണ് ഇതുവരെ പറഞ്ഞത്. അതിന് ഇത് അപ്പോൾ ആ ചിന്താസാക്ഷിയായിരിക്കണം ഭഗവത് സ്വരൂപത്തിലേക്ക്. ചിന്തകളൊക്കെ പൊന്തി വരുമ്പോൾ ഈ ചിന്തകളൊക്കെ വരണു പോകുന്നു. അതെ, കാമാദ്യാശ്ചിത്തകാ ദൃശ്യ തൽസാക്ഷിത്വേന ചേതനം ധ്യായേത്. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? ഉള്ളിൽ വരുന്ന ചിന്തകൾ, ഒന്നിലോ എന്തെങ്കിലും വസ്തുക്കളുടെ ആഗ്രഹം, ഇല്ലെങ്കിൽ ഇതിനോടുള്ള അസൂയ, ഇല്ലെങ്കിൽ ഇതിനോടുള്ള ആസക്തി, ഇല്ലെങ്കിൽ ഇതിനോടുള്ള വിദ്വേഷം, ഇല്ലെങ്കിൽ ഇതിനോടുള്ള മമത, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ആ ചിന്തകളൊക്കെ എന്താണ്? എൻ്റെ അറിവിന് വിഷയം. ഇറ്റ്സ് ഒബ്ജക്റ്റ് ഓഫ് മൈ അവയർനെസ്, അല്ലേ? അറിയപ്പെട്ടതാണ്, ദൃശ്യമാണ്, ഒബ്ജക്റ്റാണ്. ഇതല്ല താൻ. തത് സാക്ഷിത്വേന. ഇതൊക്കെ മാറണത് അതുകൊണ്ട് നശ്വരം. ഇതല്ല സത്യം. അതുകൊണ്ട് മാറണത് നശിക്കുന്നത് സത്യമല്ല. സത്യം എന്താ? വരാതെയും പോകാതെയും മാറാതെ എപ്പോഴും ഒരുപോലെ നിൽക്കുന്നത്. അതെന്താ? ഈ ചിന്ത, നല്ല ചിന്ത വന്നു, ആ നല്ല ചിന്ത അറിഞ്ഞു. ചീത്ത ചിന്ത വന്നു, ചീത്ത ചിന്ത അറിഞ്ഞു. നല്ല ചിന്ത വന്നുപോയി, ചീത്ത ചിന്ത വന്നുപോയി. കാമചിന്ത വന്നുപോയി, ക്രോധചിന്ത വന്നുപോയി, അസൂയ ചിന്ത വന്നുപോയി, മത്സരചിന്ത വന്നുപോയി, അല്ലേ? ഭയചിന്ത വന്നുപോയി, ലജ്ജയുടെ ചിന്ത വന്നുപോയി. ഓരോ ചിന്തയും വന്നു പോയി. ആരാൽ ഏതിനാൽ ഇതൊക്കെ വന്നുപോയി എന്നറിയണമോ? അവൻ വരണമില്ല, പോണമില്ല. That conscious principle which is illumining all these thoughts is like a parade. പരേഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ പരേഡിനെ അവിടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആരാ ഗസ്റ്റ് ഓഫ് ഓണർ അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കണ മതി. ഇപ്പുറത്തെ ഒരാൾ സാക്ഷി ചെയ്യുന്നുണ്ട്, അതിനെ സല്യൂട്ട് സ്വീകരിക്കണം. അതിനോടൊന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നർത്ഥം. അപ്പോൾ ജാഥ നടക്കുക. അപ്പോൾ നമ്മൾ ജാഥ മാറി നിന്നിങ്ങനെ വീക്ഷിക്കുക. നമുക്കതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലാണ്ട് അങ്ങനെ പോകണം. ഇതുമാതിരി ചിന്തകളുടെ ജാഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സാക്ഷിത്വേന. ഇതിനൊക്കെ സാക്ഷിയായി, വിറ്റ്നസ്സായി, ഇതിനൊക്കെ ഇലോമം ചെയ്തുകൊണ്ടിരിക്കണം ആ സാക്ഷിയായ ബോധം, ചൈതന്യം. അതിനെ ധ്യായേത്, അതിനെ ധ്യാനിക്കൂ. മീൻസ് ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ ഫ്രം ദിസ് തോട്ട് ടു ദാറ്റ് ഇലൂമിനേറ്റർ. ദാറ്റ്സ് ഓൾ. ഈ ചിന്തകളിൽ നിന്ന് ശ്രദ്ധയെ പിൻവാങ്ങൂ ആ സാക്ഷിയിലേക്ക്. അതിനെ സ്മരിക്കൂ, റിമെമ്പർ ചെയ്യൂ, ഓർമ്മിക്കൂ. ഇതാണ് മെഡിറ്റേഷൻ കേട്ടോ. മെഡിറ്റേഷൻ ഇതാ ചെയ്യണത്. പക്ഷേ ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ തന്നെ വിഷമം. ബുദ്ധിപരമായി ഉൾക്കൊണ്ടാൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് സഹായത്തിന് എന്ത് പറഞ്ഞു? അതിനും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യൂ? ചിന്താമയമേനം ഈശ്വരം ധ്യായേത്. ഇഷ്ടദേവതാരൂപേണ ആ ബ്രഹ്മൻ തന്നെ, പരമാത്മസ്വരൂപം തന്നെ, സത്യസ്വരൂപൻ തന്നെ ഭക്താനുഗ്രഹത്തിന് വേണ്ടി അനേകം ദിവ്യ അവതാരങ്ങളെടുത്ത് ലീലയാടിയിട്ടുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ഓരോരുത്തരുടെ സംസ്കാരത്തിന് അനുസരിച്ച് ഏതാ പറ്റുക? ജന്മവാസന, സംസ്കാരം, അവരുടെ അറിവ്, അവരുടെ പാരമ്പര്യം, ഇതിനൊക്കെ അനുസൃതമായിട്ടാണ് ഏതെങ്കിലും ഒരു രീതി ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം പറ്റില്ല. അങ്ങനെയുള്ള ഒന്ന് അവനവൻ്റെ കഴിവിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ഒരു ഉപാസനാ രീതി സ്വീകരിക്കുക.
എന്നിട്ടോ ആ ഇഷ്ടദേവതയെ ഹൃദയത്തിൽ അങ്ങനെ ധ്യാനിക്കൂ. ഹൃദയത്തിൽ ഒരു താമര പോലെ ഭാവന ചെയ്യൂ. വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയായിട്ട് ഭാവന ചെയ്യൂ. 8 ദളങ്ങളോടുകൂടി 8 ദിക്കിലേക്ക് വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമര. അത് നടുക്കുള്ള കർണികാര പ്രദേശത്ത് തൻ്റെ ഇഷ്ടദേവത തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് തനിക്ക് അഭിമുഖമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ഭാവന ചെയ്യൂ. നിൽക്കുന്നതായിട്ടോ ഇരിക്കുന്നതായിട്ടോ കിടക്കുന്നതായിട്ടോ എങ്ങനെ വേണമെങ്കിലാവാം. അതെങ്ങനെയാണ് ചിത്രത്തിൽ നിന്ന് വെച്ചാൽ അങ്ങനെ ഭാവന ചെയ്യാം. എന്നിട്ടോ ആ ഇഷ്ടദേവൻ്റെ സമ്പൂർണ്ണ രൂപം ഹൃദയത്തിൽ വരാൻ ആദ്യം പുറത്ത് ആ ചിത്രത്തിൽ നോക്കുക. എന്തൊക്കെ ഓർമ്മിച്ചിരിക്കാനുള്ള കഴിവുണ്ട് നമുക്കല്ലേ, ശരിയല്ലേ? ഈ കമ്പ്യൂട്ടറിനെയൊക്കെ കണ്ടുപിടിച്ച ഈ കമ്പ്യൂട്ടറിൻ്റെ കഴിവ് എത്രയുണ്ടാവും അല്ലേ? ഇതിലെന്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സ്റ്റോർഡ് മെമ്മറീസ്, വേണ്ടതും വേണ്ടാത്തതൊക്കെ നമുക്ക് കാണാതെയാണ്. നിങ്ങൾ ആ കഴിവിനെ ആ മനോഹരമായ ഇഷ്ടദേവൻ്റെ ചിത്രം വെച്ചിട്ട് ആ ഇഷ്ടദേവൻ്റെ ആ അടിമുടി പാദാതികേശം കേശാദിപാദം വീക്ഷിക്കൂ, നിരീക്ഷിക്കൂ, ഒബ്സർവ് ചെയ്യൂ എന്നർത്ഥം. എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ കാണുന്നത് ഇതൊക്കെ അവിടെ ഓർമ്മിക്കൂ. എന്നിട്ടോ കണ്ണടച്ചിട്ട് അത് വിഷ്വലൈസ് ചെയ്യൂ എന്നർത്ഥം. ഉള്ളിൽ ഭാവനയിൽ നോക്കിയിട്ടുണ്ടോ? കുട്ടികൾ സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്, പലയിടത്തും ചെയ്യാറുണ്ട്. ഒരു ഹാളിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ നിരത്തി വയ്ക്കണം. എന്നിട്ട് വരിയായിട്ട് കുട്ടികളെ കൊണ്ടുപോവുക. ഇതിലേ കൊണ്ടുപോയിട്ട് ഇതിലേ കാണിച്ച് അതിലേ കൊണ്ട് എന്നിട്ടോ തിരിച്ചു വന്നിട്ട് ഒക്കെ കണ്ട ക്രമത്തിന് എഴുതുക. എന്നിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചത്, അത് ക്രമത്തിൽ ഓർമ്മിച്ചത്, അവന് പ്രൈസ് ഇല്ലേ? എന്തോ ഓർമ്മശക്തിയാണ് കുട്ടികൾക്ക്. എന്നാൽ ആ കുട്ടിയിൽ അതൊക്കെ ഓർമ്മിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടാകുമ്പോണ്ടോ? എന്നാൽ ഇങ്ങനെ മനോഹരമായ ഇഷ്ടദേവൻ്റെ ചിത്രത്തെ ഇങ്ങനെ വെച്ച് ആ ഭഗവാന്റെ കിരീടം, പൊന്നിൻ കിരീടം, ഭഗവാന്റെ ഏത് രൂപം നിങ്ങൾ ധ്യാനിക്കാൻ സാധ്യത, ആ ഓരോരോ അവയവങ്ങൾ, ആ ഓരോ ഭാഗത്തുള്ള ഓരോ ധരിച്ചിട്ടുള്ള ഓരോരോ ദിവ്യായുധങ്ങളും അതെല്ലാം ഇങ്ങനെ ഓർമ്മിച്ച് മനസ്സിലങ്ങനെ കണ്ണടച്ച് ഭാവനയിൽ അങ്ങനെ കണ്ടാലോ, എന്നിട്ട് അതിൽ മനസ്സങ്ങനെ രമിക്കാൻ തുടങ്ങിയാലോ എന്തായിരിക്കും രസം? ഈ ലോക വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടുണ്ടായ മനസ്സിൻ്റെ കേടൊക്കെ പോവും. ചുരുക്കം പറഞ്ഞാൽ മനസ്സിലെ വാസനകളുണ്ടല്ലോ, നെഗറ്റീവ് വാസനാസൊക്കെ ഡിലീറ്റ് ചെയ്ത് പോവും, എക്സോസ്റ്റ് ചെയ്ത് പോകും എന്നർത്ഥം. ഈ സ്മരണ എത്ര വാസന ഉണ്ടെങ്കിലും പറയാൻ കഴിയില്ല. ഇതിന് ഓരോന്നിനും കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്യണമാതിരി നമ്മളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ഈ സ്മരണ അതോടൊപ്പം ഇഷ്ടദേവൻ്റെ മന്ത്രം ജപം നടക്കട്ടെ. ഇതിന് അനേകം തരത്തിലുള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ധ്യാനിക്കൂ. ക്രമേണ ആ സമഗ്ര രൂപത്തെ ഭാവന ചെയ്ത് ക്രമത്തിൽ ആ ഭഗവാന്റെ പാദം മാത്രം ധ്യാനിക്കുക. എന്തിനാ? കൂടുതൽ സൂക്ഷ്മതയും ഏകാഗ്രതയും ഉണ്ടാവാൻ വേണ്ടി. എന്നിട്ട് പാദം ധ്യാനിക്കുമ്പോൾ അത് മാത്രം. അത് കഴിഞ്ഞാലോ അതിൻ്റെ മേലുള്ള ഓരോരോ അവയവങ്ങൾ, പിന്നെ ഓരോ അവയവങ്ങൾ, പിന്നെ മേലോട്ട്. അവസാനം മുഖാരവിന്ദം ധ്യാനിക്കൂ. പിന്നെ മുഖത്ത് ആ മുഖം മാത്രം ധ്യാനിക്കൂ. കണ്ണുകളെ ധ്യാനിക്കുന്നു, പിന്നീട് ആ പുഞ്ചിരി ധ്യാനിക്കുന്നു, ആ ചുണ്ടുകളുടെ ഇടയിലുള്ള പുഞ്ചിരി മാത്രം ധ്യാനിക്കൂ. എന്നിട്ട് പറയുക തഥ കിഞ്ചന ന സ്മരേത്. അത്ര വരെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ മറന്നുപോയി. സമഗ്രമായ രൂപം മനസ്സിൽ കണ്ടു, പിന്നെ ഓരോരോ അവയവങ്ങളെ മാത്രം കണ്ടു, പിന്നെ ഇപ്പോൾ മുഖാരവിന്ദം കണ്ടു, മുഖം തിന്ന് പിന്നെ വന്ന് ആ 2 ചോന്ന ചുണ്ടുകളുടെ ഇടയിലുള്ള പുഞ്ചിരിയെ മാത്രം. ലാസ്റ്റ് തോട്ടണതേ ഇപ്പം എന്തുണ്ട്? ഇപ്പം എന്ത് നീ കാണുന്നു? ഈ അർജുനനോട് ചോദിച്ചില്ലേ ദ്രോണൻ, ഇപ്പം നീ എന്ത് കാണുന്നു? മാവ് കാണുന്നു, ഇപ്പം മരം കാണുന്നു, ഇപ്പം ഇല കാണുന്നു, ഇപ്പം കൊമ്പ് കാണുന്നു, ഇപ്പം എന്ത് കാണുന്നു? ഇപ്പം പക്ഷിയെ മാത്രം കാണുന്നു. അയച്ചോ അമ്പ് പറഞ്ഞു അല്ലേ? ഇത് മാതിരി ഇതന്നെ അവിടെ ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ നയിച്ച് പുഞ്ചിരിയെ മാത്രം ധ്യാനിക്കുന്നു, കാണുന്നു. അപ്പോൾ ആ പുഞ്ചിരി ഒരു തോട്ടം കേട്ടോ, ഭാവനയാണല്ലോ ചെയ്തത്. അത് ലാസ്റ്റ് തോട്ട്. ആ തോട്ടും പിന്നെ തഥ കിഞ്ചന അനസ്മരയിൽ, പിന്നെ ഒന്നും ചിന്തിക്കാണ്ടിരിക്കൂ. ആ ചിന്തയും ഒരു തടസ്സം തന്നെയാണ്. ആ ചിന്തയ്ക്കും സാക്ഷിയായി ചിന്തയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യം സ്വയം അനുഭവപ്പെടും. ആ ചിന്തയും കൂടി പോകുമ്പോൾ അപ്പോൾ സഗുണത്തിൽ നിർഗുണത്തിലേക്ക് എത്തി. ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഇതും സാധിക്കണ്ടേ? കൃഷ്ണ എന്ന് പറയണ്ടേ അല്ലേ? വേണ്ട, എത്ര ഫോട്ടോകളൊക്കെ, എത്ര ദേവി ദേവന്മാരുടെ ഫോട്ടോ ഒക്കെ പൂജാമുറിൽ കൊണ്ടിട്ടുണ്ടാവും. എന്നാൽ ഏതെങ്കിലും ഒന്നിൻ്റെ മുമ്പിൽ കുറഞ്ഞ നേരം ഇരുന്നിട്ട് ഇതിങ്ങനെ ഭാവന ചെയ്തൂടെ? മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും ഭക്തിക്കൊക്കെ വേണ്ടിയിട്ട്. ഒന്നും വരണില്ല, ഒരു രൂപ മനസ്സിൽ വരണില്ല. എന്നാൽ അച്ഛൻ്റെ ചിത്രം അങ്ങനെ വരും, അമ്മയുടെ ചിത്രം അങ്ങനെ വരും, കൊച്ചുകുട്ടിയുടെ ചിത്രം അങ്ങനെ വരും. അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഭാര്യയുടെ മുഖം വെറുപ്പിച്ചുകൊണ്ടിരിക്കണ മുഖം അല്ലേ, ആ ഭർത്താവിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖം, എങ്ങനെയാണ് ഓരോരുത്തർക്കും അങ്ങനെ അല്ലേ? അതൊക്കെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരണു, തെളിഞ്ഞു വരണു. കുട്ടികളുടെ മുഖം നോക്കൂ, ഓരോരുത്തർക്കും അവരവരുടെ അറ്റാച്ച്മെൻ്റ് ഉള്ളവരുടെ മുഖം ഇങ്ങനെ വരണ്ടോ? വല്ല വിഷമമുണ്ടോ? ഇല്ലല്ലോ. ആ ഈശ്വരനോട് വരണം അറ്റാച്ച്മെൻ്റ്, അങ്ങനെ ഭക്തി വരണം. അപ്പോഴേ ഈ ധ്യാനം സാധിക്കുള്ളൂ. ശരിയാണ്, ആലോചിച്ച് നോക്കൂ. അതിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞേക്കണം കേട്ടോ. ഇതെല്ലാത്തിനും അതിൻ്റെ സ്ഥാനമുണ്ട്. ഓരോരുത്തർക്ക് ഏതാ സംസ്കാരത്തിനനുസരിച്ച് പറ്റി പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരേ പറയില്ലേ, തെങ്ങിനും അടയ്ക്കാമരത്തിനും ഒരേ തളപ്പ് പറ്റില്ല.
ഇങ്ങനെ ഭാവന ചെയ്യുന്നു. ആ ലാസ്റ്റ് തോട്ടും കൂടി പോയി കഴിഞ്ഞാലോ, ഗുരുദേവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലാസ്റ്റ് തോട്ട് ഈസ് തോട്ടഡ്, നോ മോർ ന്യൂ തോട്ട് ഈസ് തോട്ടിങ്. There you are. That is that. That means what? No thought, thoughtless state. ചിന്താരഹിതോ ഹൃദാഖ്യാന്ന് ഇതിനെ രമണ മഹർഷി പറഞ്ഞു. Where all thoughts ends, there you are one with the God. എന്താ തടസ്സം? തോട്ട് മാത്രം, ചിന്ത മാത്രം, വേറെ ഒന്നല്ല തടസ്സം. നോക്കൂ, ഇതൊക്കെ പറഞ്ഞു നിൽക്കണം നമുക്ക് പരിശീലിക്കാനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് പറ്റില്ലെങ്കിൽ ഇതും പറ്റണില്ലല്ലോ എനിക്ക്. എന്താ അവിടേക്ക് ഇവിടേക്ക് ഓടണോ മനസ്സ്? ശരി, എവിടേക്കൊക്കെ ഓടണോ അതൊക്കെ ഭഗവാനാന്ന് വിചാരിച്ചോളൂ. കാരണം ഈ ജഗത്തെ ഭഗവാൻ. അപ്പോൾ എവിടേക്ക് പോയാലും അത് ഭഗവാൻ രൂപമല്ലേ, ഇങ്ങനെ ഭാവന ചെയ്തോളൂ. അപ്പോൾ കുഴപ്പമില്ലാണ്ടാവും, മനസ്സ് ശുദ്ധാവും. അപ്പോൾ ഇതും പറ്റില്ലെങ്കിൽ വിരാട് ഉപാസന. മനസ്സിലാവുണ്ടോ? 3 ഉപാസന ഇപ്പോൾ പറഞ്ഞില്ലയോ? ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. 59-ാം പദ്യത്തിൽ ഈ 3 എണ്ണവും മനസ്സിൽ വച്ചുകൊണ്ടാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പവനു ഭക്ത്യാവിദേഹ ദൃഢ വിശ്വാസമോടുമധാം ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരി നാരായണായ നമാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ശക്തിക്കു തക്ക വഴി, അവരവരുടെ ശക്തിക്ക് ഒത്തോണല്ലേ അവനവനെ കൊണ്ട് പറ്റുള്ളൂ. അതെ, ഹു ഈസ് കേപ്പബിൾ ഫോർ വാട്ട്? നിർഗുണധ്യാനം, ബ്രഹ്മവിചാരം, അബോധത്തിൻ്റെ നിരന്തരസ്മരണ, ഓക്കെ. ഇല്ല, ഇഷ്ടദേവതാ ചിന്തനം, വെരി ഗുഡ്, അതും പറ്റില്ലേ? ഈ ലോകത്തിൽ ഈശ്വരഭാവത്തിൽ, ഈ പ്രപഞ്ച ഈശ്വരനാണെന്ന ഭാവത്തിൽ ഇവിടെ ചെയ്യേണ്ട യുക്തകർമ്മങ്ങളൊക്കെ ഭഗവത് ആരാധനമായി ചെയ്തോളൂ. അങ്ങനെ ബ്രഹ്മധ്യാനം, ഓങ്കാരധ്യാനം, ഇഷ്ടദേവതാധ്യാനം, വിരാട് രൂപധ്യാനം, ഇങ്ങനെ പലതിനെയും പറഞ്ഞു. ഈ മുൻപ് പറഞ്ഞ സമ്പ്രദായങ്ങളിൽ, മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശക്തിക്ക് വഴി ഇത്തം ഭജിപ്പവന്, അങ്ങനെ ഭജിക്കുന്ന ആൾക്ക് ഭക്തിം വിദേഹിന്ന് ഒരു പാഠം. ഭക്തി കൊടുക്കണം, ഭഗവാനെ ഭക്തി തരണേ. ദൃഢവിശ്വാസത്തോടുകൂടി ഭക്തിയോട് അവിടുത്തെ കൃപ കൊണ്ടുണ്ടാവുന്ന ഭക്തി കൊണ്ട് അവിടുത്തെ തവ തൃക്കാൽ പിടിപ്പതിന്, അവിടുത്തെ പദാരവിന്ദങ്ങളെ മുഴുകി ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തെ പരിപൂർണമായി മറക്കുന്നതിന്, അങ്ങനെ അവിടുത്തെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിന് അയക്കുന്നതെന്നു ഹരി, എനിക്ക് എന്നാ ഇടവരുത്തണത് ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അഥവാ അതിന് ഇടവരുത്തണമേ, അവിടുത്തെ കൃപയുണ്ടാവണമെന്ന്. അല്ലെങ്കിലോ ശക്തിക്കു തക്ക വഴി യുദ്ധം ഭരിക്കണു. ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച്, അവരവരുടെ കഴിവിനനുസരിച്ച് ഉപാസനാമാർഗം സ്വീകരിച്ചു. അതിനും നമുക്ക് തോന്നണം. അപ്പം നമ്മളൊക്കെ പഠിക്കണോ എല്ലാവർക്കും തോന്നണില്ലല്ലോ. അങ്ങനെ തോന്നണേ ഭഗവാനെ, എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു ധ്യാനം, ഒരു ഉപാസന ചെയ്യാൻ തോന്നണം. പിന്നെയോ ആ ദൃഢമായിട്ടുള്ളതായ ഭക്തി ആ ഈശ്വര പാദത്തിൽ സർവസ്വം സമർപ്പിക്കുന്നതിന് നമ്മെ സഹായിക്കും. ഭക്തിയാ വിദേഹ ദൃഢവിശ്വാസമോട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭക്തിയോടൊപ്പം എന്ത് വേണം? വിദേഹനാണ് ഞാനെന്നുള്ള ദൃഢവിശ്വാസം വരണം നമുക്ക്. എന്താ വിദേഹൻ? വിദേഹൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ദേഹമില്ലാത്തവനല്ലേ. വിദേഹസുതയാണ് സീത എന്ന് കേട്ടല്ലേ. വിദേഹം ദേഹാഭിമാനമില്ലാത്തവൻ. അപ്പോൾ ഇവിടെ നമുക്കിന്ന് ദേഹമാണ് ഞാനുള്ള വിശ്വാസമല്ലേ ഉള്ളത്. ഇതിന് പകരം എന്ത് ചെയ്യണം? ഭക്തി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഉറക്കും തോറും ചിത്തം ശുദ്ധമാകും. ചിത്തം ശുദ്ധമാകും തോറും മഹാത്മാക്കളിൽ നിന്നും സജ്ജനങ്ങളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും കേട്ടുവല്ലോ, ഈ ദേഹം ദൃശ്യം രൂപം, അല്ല എന്താ, കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താൻ. അപ്പോൾ കണ്ടത്, ഈ കാണ്, ഈ ഇന്ദ്രിയങ്ങൾ, അതുപോലെ ശരീരം, മനസ്സ് എല്ലാം ദൃശ്യമാണ്. ഇതിനൊക്കെ കണ്ട ആ പൊരുളാണ് താൻ.